ഓണം കളറാക്കാൻ മോഹൻലാൽ സത്യൻ അന്തിക്കാട് ചിത്രം ഹൃദയപൂർവ്വം തിയേറ്ററുകളിലെത്തി. ഒരു ഫീൽ ഗുഡ് ചിത്രമാണ് ഹൃദയപൂർവ്വം എന്നാണ് റിപ്പോർട്ട്. ന്യൂ തിയേറ്ററിൽ നിന്നും ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, എന്താണ് ചിത്രം കണ്ടിറങ്ങിയ ആളുകളുടെ പ്രതികരണം? നീലിമ, ഒരിടവേളയ്ക്ക് ശേഷമാണ് സത്യൻ അന്തിക്കാടും മോഹൻലാലും ഒന്നിച്ചെത്തുന്ന ഒരു ചിത്രം എത്തിയിരിക്കുന്നത്. ഹൃദയപൂർവ്വമാണ് ചിത്രം കണ്ടിട്ട് ഒരുപാട് ആരാധകർ നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പറയുന്നത്. ഫീൽ ഗുഡ് മൂവി എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് മോഹൻലാലിൻ്റെ മേക്കപ്പ് മാനേജ് ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു മൂവി? പ്രത്യേകിച്ച് അവരുടെ അടുത്ത് തന്നെ ചോദിക്കുക എങ്ങനെയുണ്ടെന്ന്. ചേട്ടന് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ തുടരും കഴിഞ്ഞതിന് ശേഷം വേറൊരു ഗിഫ്റ്റ് നമുക്ക് കിട്ടി. ഓണപ്പടം അടിപൊളി, നല്ലൊരു ഫാമിലി പടമാണ്. നമ്മുടെ കൂടെ നമ്മുടെ ഡെസ്കിൽ നിന്നുള്ള നിഖിലേട്ടനുണ്ട്. നിഖിലേട്ട എങ്ങനെയുണ്ടായിരുന്നു പടം? പടം കൊള്ളാം, അടിപൊളി പടം. ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ സത്യൻ അന്തിക്കാട് ടീമിൻ്റെ ഒരു പടം. എന്നേക്കാൾ കൂടുതൽ എനിക്കൊന്ന് പറയാൻ ഈ ആരാധകരായിട്ടുള്ള കുറേ ആളുകളുണ്ട്. ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓണത്തിന് ഈ തിയേറ്റർ പൂരപ്പുറമാക്കാൻ ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞത്. നേരത്തെ ശ്രീനന്ദ പരിചയപ്പെടുത്തിയിരുന്നു ലാലേട്ടൻ്റെ മേക്കപ്പ്മാനായിട്ടുള്ള ആൾ നമ്മളിപ്പോൾ ചേരുന്നുണ്ട്. ചേട്ടാ, ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ട് തിയേറ്ററിലേക്ക് എത്തിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു ഇടവേള സമയമായപ്പോഴത്തേക്ക് തിയേറ്റർ ഒരു പൂരപ്പുറമായിരുന്നു. അടിപൊളിയാണ്, നേരത്തെ പ്രതീക്ഷിച്ചതാണ്. തുടരും ഒരു വലിയ ഹിറ്റ് തന്നെ, അതുപോലൊരു ഹിറ്റാണ് ഈ പടം. ഓണപ്പടം, ഫാമിലി എല്ലാവരും ചിരിച്ചു സന്തോഷിച്ചു, ഓണത്തിന് അടിച്ചുപൊളി. ഈ ചിത്രത്തിൻ്റെ ലൊക്കേഷനിലൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അവിടുത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ? ഈ അനുഭവങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. വളരെ സത്യൻ സാറും ലാൽ സാറുമായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള നിമിഷങ്ങളാണ്. ഓരോ ഷോട്ടിന് മുമ്പേ അവർ എന്തൊക്കെയോ കോമഡി സംസാരിച്ചിട്ട് ഷോട്ട് സമയമാകുമ്പോഴത്തേക്ക് റെഡി പറയുമ്പോഴത്തേക്കും ഷോട്ട് അതേ അനുഭവം നമുക്ക് സിനിമയിൽ ആ ഫീൽ സത്യൻ സാറിനും ലാൽ സാറുമായിട്ടുള്ള ഫീൽ കിട്ടിയിട്ടുണ്ട്. അപ്പം സത്യേട്ടൻ്റെ 2 മക്കളും ഈ സിനിമയോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2 മക്കളില്ല, ഒരാളാണ്. സിനിമയുടെ ഭാഗമാണ്. കൂടുതലുണ്ടായിരുന്നത് ഒരാളാണ്. പക്ഷെ എല്ലാം കൊണ്ടും ആ ക്രൂവും അങ്ങനെ തന്നെയായിരുന്നു. വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും വർക്ക് ചെയ്തു, എല്ലാവരും സന്തോഷമായിട്ട് വർക്ക് ചെയ്തു. ഹാപ്പി ഓണപ്പടം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ സിനിമയ്ക്ക് പേരിട്ടത് ലാലേട്ടനാണെന്ന് കേട്ടിട്ടുണ്ട്. ഒപ്പം പടത്തിൻ്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് ലാലേട്ടൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ്. അതെ, പേരിട്ടതും ലാൽ സാർ തന്നെയാണ്, എഴുതിയതും ലാൽ സാർ തന്നെയാണ്. ഇവരൊക്കെ പടം കണ്ടിറങ്ങിയതിൻ്റെ ഒരു ത്രില്ലിൽ തന്നെയാണ്. ഈ ഓണം ഇങ്ങ് ലാലേട്ടൻ തൂക്കിയെന്ന് പറയാൻ പറ്റുമോ? ഉറപ്പായിട്ട് 100%. നമുക്ക് എന്തായാലും പ്രതീക്ഷയുള്ള പടം തന്നെ. തുടരുമായാലും എമ്പുരാനായാലും അതിന് ശേഷം വന്ന ഹൃദയപൂർവ്വമായാലും ഇനി വരാനിരിക്കുന്ന പടങ്ങളായാലും ഈ വർഷം ഓണക്കാലം ലാലേട്ടൻ തന്നെ, ലാലേട്ടൻ തൂക്കിയിരിക്കുക. നമുക്ക് ഉറപ്പിച്ച കാര്യം തന്നെ, സൂപ്പർ ഹിറ്റ് മൂവി, നല്ല പടം. ഫസ്റ്റ് ഹാഫ് നല്ല കോമഡിയിൽ പോയ സിനിമയാണ്. ഫാമിലിയും കുട്ടികളെയും ഈ വർഷം ഈ ഓണത്തിന് നല്ല രീതിയിൽ കൊണ്ടെത്തിക്കും. പിന്നെ ഒരു കുടുംബത്തിൽ ഒരു അച്ഛൻ എന്തുമാത്രം സ്വാധീനം ചെലുത്തുമെന്ന് ഫീൽ ചെയ്യുന്ന പറയുന്നത്. എനിക്ക് ഓരോ സീനും ലാലേട്ടൻ്റെ നായികയായിട്ട് വന്ന നായികയല്ല, അതിലെ ആ നായികയായിട്ട് വന്ന കുട്ടിയുടെ ആ ഒരു അച്ഛൻ്റെ ക്യാരക്ടറൊക്കെ നന്നായിട്ട് ഹൃദയത്തിൽ തൊട്ടുന്ന സിനിമയാണ്. ഇതുപോലെ ഓരോ മലയാളികളും ഓണത്തിന് ഹൃദയത്തിൽ തൊട്ട് കാണുന്ന ഒരു സിനിമയായിരിക്കും ഈ ഓണക്കാലം. എന്തായാലും മലയാളിയൊക്കെ കാണാൻ പറ്റിയ എമ്പുരാൻ പോലെ ഒരു മാസ് പടവും ഇമോഷണൽ മൂവിയായ തുടരുമിന് ശേഷം നല്ല ഹൃദയത്തിൽ തൊടുന്ന ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് ഇത്. ഇങ്ങനെ ഓരോ പടവും വെറൈറ്റി ആയിട്ട് ഒരു ജേണറിൽ പെടാതെ പല ജേണറിൽ വരാൻ ഇന്ന് ലോക സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാറിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങിപ്പോകാതെ പല ജേണറിലെത്താൻ ലാലേട്ടന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതും ഇത്രയും 2 വലിയൊരു മാസ് ഹിറ്റിന് ശേഷം നമുക്ക് ഇത്രയും നന്മയുള്ള മലയാളികൾക്ക് വേണ്ടി ഓണക്കാലത്ത് ഇത്രയും നല്ലൊരു സിനിമ തന്നതിന് ആദ്യം നന്ദി പറയേണ്ടത് ലാലേട്ടനോടാണ്. രണ്ടാമത് മാത്രമേ കാര്യം ഈ ഒരു പ്രോജക്റ്റിൽ ലാലേട്ടൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇത്രയും ഒരു ഇതിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായി ഇഷ്ടമായി. എനിക്ക് എമ്പുരാനെ കാട്ടി തുടരുമിനെ കാട്ടി സത്യം പറഞ്ഞാൽ ഹൃദയത്തിൽ തൊട്ട് ഞാൻ കണ്ടിറങ്ങിയ സിനിമയാണ് ഈ പറയുന്ന ഹൃദയപൂർവ്വം. സിനിമയുടെ പേര് പോലെ തന്നെ ഹൃദയത്തിൽ തൊടുന്ന സിനിമ തന്നെയാണ്. അത് തന്നെയാണ്. എന്തായാലും ശ്രീനന്ദ ആരാധകരൊക്കെ അതാ ഒരാൾ കൂടി ഉണ്ട് നമ്മോടൊപ്പം. നമ്മളൊരു 6 വർഷത്തിന് ശേഷമാണ് നമ്മളൊരു ഓണപ്പടം ലാലേട്ടൻ്റെ വരുന്നത്. അത് നമുക്ക് ഒരു ചെറിയൊരു കുഞ്ഞു പടമായിട്ട് സത്യനന്ദി കാണേണ്ട പടം വന്നത് ആ രീതിയിൽ വന്ന് ഇനി ആ ഓണം ഇനി കയറി പോകുന്നത് വളരെ മാസമായിട്ടായിരിക്കും വരുന്നത്. സൈലൻ്റായിട്ട് വന്ന പടമാണ്, പക്ഷെ ഇനി പോകുന്നത് വയലൻ്റായിട്ടായിരിക്കും പോകുന്ന പടം. ആ രീതിയിൽ പടം ജനങ്ങൾ ഏറ്റെടുക്കും. 100% ഫാമിലി എൻ്റർടൈനർ, 100% ഹാപ്പി ഓണം. നമ്മൾ ആ സെറ്റിലൊക്കെ പോയപ്പോഴത്തേക്ക് ആ രംഗങ്ങളൊക്കെ അതിൽ കണ്ടതൊക്കെ ഉണ്ട്. അതൊക്കെ ഈ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കുള്ള ആ ഒരു ഇമോഷനും കാര്യങ്ങളുണ്ട്.
അതുപോലെ അത് കഴിഞ്ഞിട്ട് ലാലേട്ടനെ കണ്ട നിമിഷവും ചിരിച്ചും കളിച്ചും നിന്നിട്ട് ഈ സീനൊക്കെ അഭിനയിക്കണ കണ്ടപ്പോൾ അത് അതിൽ നിന്നും വേറെ വ്യത്യാസപ്പെട്ട രീതിയിലൊക്കെയാണ് കണ്ടത്. സമ്മതിക്കണം. ആ ഒരു രീതി ശ്രീനന്ദ, നിഖിൽ ഓണം കളറാക്കാൻ എത്തിയിരിക്കുകയാണ്. മോഹൻലാൽ സത്യൻ അന്തിക്കാട് ചിത്രം ഹൃദയപൂർവ്വം.